ഇളയരാജയെക്കുറിച്ച് ഇപ്പോൾ എന്നും വാർത്തകളാണ്. അതായത് ഇളയരാജയുടെ ഗാനങ്ങൾ ഏതെങ്കിലും സിനിമയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കേസ് കൊടുക്കുന്നു. ട്രോളുകൾ വരെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇളയരാജയെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കേസുകളുടെ എണ്ണം 100-ന് മേളുള്ളൂ, 200-ഓ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ ആ കേസൊക്കെ കോടതിയിലെത്തുന്നു, പല രീതിയിൽ അതിനുള്ള ചർച്ചകൾ നടക്കുന്നു, അതൊക്കെ ആ വഴിക്ക് പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ലോക എന്ന് പറയുന്ന ഒരു സിനിമയിൽ കിളിയെ കിളി എന്ന് പറയുന്ന ഒരു പാട്ട് ഇളയരാജയുടെ 83-ലെ ആ രാത്രി എന്ന് പറയുന്ന സിനിമയിലെ നമ്മൾ മമ്മൂക്കൊക്കെ അഭിനയിച്ച ആ രാത്രിയിലെ ആ ഒരു പാട്ടാണ്, അതിൻ്റെ ഒരു റീമിക്സ് വേർഷനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനെതിരെ അദ്ദേഹം പരാതി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമയിൽ ആണ് തോന്നുന്നു അതിൽ ഉപയോഗിച്ചതിനെതിരെയാണ് ഇളയരാജ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇളയരാജ എന്നും ഇളയരാജ തന്നെയാണ്. നമുക്കറിയാം, സിനിമ അല്ലെങ്കിൽ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇളയരാജ തന്നെയായിരിക്കും നമ്പർ 1. അത് കേട്ട എ റഹ്മാനും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനിരുദ്ധും ഒക്കെ തമിഴ് ഇൻഡസ്ട്രിയിൽ അതിനുശേഷം ഒരുപാട് സംഗീത സംവിധായകർ വന്നിട്ടുണ്ടെങ്കിലും നമുക്കെന്നും ഏത് ജനറേഷനിലും നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഇളയരാജ തന്നെയായിരിക്കും.